ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഇതൊരു വലിയ 2 മാങ്ങയാണ് കേട്ടോ. ഒരു 3/4 കിലോയോളം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ മാങ്ങയായിരുന്നേ. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും ആകണേ. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്, വലുതായിട്ട് അരിയുന്ന മാങ്ങയല്ലിത്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണേ. ഈ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിനകത്ത് അന്നേരം പിടിച്ചു വരും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കുടം വെളുത്തുള്ളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ പൊടികളാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനിഗർ. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പം കാണിച്ചു തരാവേ. ഇനി ഈ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇത് അച്ചാർ ഉണ്ടാക്കത്തുള്ളേ. അന്നേരം ബാക്കി കാണിക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ട് ഇതിനകത്ത് ഫ്രൈ ആകണം. ഇതിൻ്റെ വെള്ളം ഒന്നും ഒട്ടും കാണരുത്. വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകും. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുക്കരുത്. ഇത് ഫ്രൈ ആവുന്നത് നമുക്ക് ഇളക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, അത് ഫ്രൈ ആയി വരുമ്പോഴേ. മാങ്ങാച്ചാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ചിലർ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അച്ചാർ കൂട്ടുന്ന കാണാം, പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമല്ലേ അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാതെ. കറിവേപ്പിലയിലൊക്കെ കുറച്ച് വെള്ളം കാണും, നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. അപ്പം അതെല്ലാം ഫ്രൈ ആയിട്ട് വേണം അച്ചാറിനകത്ത് വരാൻ. ഈ നോയമ്പിൻ്റെയൊക്കെ സമയത്ത് അച്ചാറൊക്കെ വീട്ടിലുണ്ടാക്കും. നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, അതൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. ഈ വെജ് മാത്രം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് നോൺ വെജ് ഇല്ലാതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോവും. ഏതാണ്ട് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് വെളുത്തുള്ളി അങ്ങ് ഒരുപാട് കരിഞ്ഞു പോകുന്ന ആ രീതിയിലേക്ക് വരരുത്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഇതൊക്കെ ചെയ്യുന്നത്. അച്ചാറിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് എടുത്ത വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ പച്ചവെള്ളം പെട്ടെന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് പച്ചവെള്ളം ഒന്നും ചേർക്കരുത്. ചിലർക്ക് ഒട്ടും വെള്ളമില്ലാത്ത അച്ചാറായിരിക്കും, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന അച്ചാറായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്കൊരു കുറച്ചൊരു ഗ്രേവി ആയിട്ടിരിക്കുന്ന അച്ചാറായിരിക്കും ഇഷ്ടമേ. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഗ്രേവി ആയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇച്ചിരി വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചേക്കണേ. തിളപ്പിച്ച് അത് കുറച്ച് ആറിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പം അതായത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സിമ്മിൽ വെച്ചേക്കണം ആദ്യം. എന്നിട്ട് ഈ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും സിമ്മിലോട്ടാക്കിയേക്കണേ, അല്ല പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഞാനിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഇത്. ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്.
ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കണം. നമ്മൾ ആ പൊടി ഇട്ടപ്പോൾ സിമ്മിലായിരുന്നു ഇട്ടിരുന്നത്. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം. തിളച്ചതിന് ശേഷം ഉപ്പൊന്ന് നോക്കണേ. 1.25 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ അത്രയും മാങ്ങയ്ക്ക് ഇതുപോലെ കിടക്കുവേ. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും, ഇത്രയും ഗ്രേവി കാണത്തില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിനീഗറും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനീഗർ ചേർത്താൽ കുറേ കൂടെ പുളിയായി പോവേ. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഈ പുളി ഇറങ്ങുമ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്, പക്ഷെ പുളി കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോഴേ കുറച്ച് കൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഇതുണ്ട് ചെറുതായിട്ട് തിള തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കണേ. ഒരുപാട് തിളയ്ക്കാനായിട്ട് നിൽക്കരുത്, ഒരു ചെറിയ തിള മതി. ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ കുറുകി നല്ല അച്ചാറാകും കേട്ടോ. ഇത്രയും വെള്ളം കാണത്തില്ല, നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇത്രയും വെള്ളം കാണത്തില്ല. ആ തണുത്തതിന് ശേഷം ബാക്കി ഞാൻ കാണിക്കാവേ. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങാച്ചാറുണ്ടല്ലോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഇത് കുറച്ച് ഗ്രേവി കൂടുതലാണെന്ന് നമുക്ക് തോന്നത്തില്ലേ? ആ സമയം നമ്മൾ ഒരു ദിവസം അത് ചട്ടിയിൽ ഞാൻ വെച്ചിരിക്കുവേ. അന്നേരം പിറ്റേന്നാകുമ്പോഴത്തേന് കറക്റ്റ് വെള്ളമെല്ലാം വറ്റി അതിൽ പിടിച്ചോളുവേ. ഇത് നന്നായിട്ട് കുറച്ചൊന്ന് നല്ല പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു സ്വല്പ ഗ്രേവിയും ഉണ്ട് കേട്ടോ. അതുപോലത്തെ അച്ചാറാണേ. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലില്ലേ, അതിനകത്തോട്ട് കോരി വെച്ചാൽ മതിയേ. കോരി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ചെറിയ കുപ്പികളിലാക്കി വെച്ചേക്കണം. ഇതങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. ഇങ്ങനെ ഈ ജാറിലാക്കി കുറേ ദിവസമൊക്കെ പുറത്തിരിക്കും. പെട്ടെന്ന് എടുക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ അച്ചാർ ഉപയോഗിക്കത്തുള്ളൂ, ചിലരങ്ങനെയാണല്ലോ. ചിലർക്ക് എല്ലാ ദിവസവും വേണം അച്ചാർ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീർന്നോളും, പുറത്തിരുന്നാലും ഒരു കുഴപ്പവും വരത്തില്ല ഇതിന്. ഞാൻ അച്ചാറെല്ലാം ഈ ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടുതലിരിക്കണമെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലുള്ള ചെറിയ കുപ്പികളുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിരുന്ന് ഇതിനകത്ത് നമ്മൾ വേറെ കേടാകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് ചിലപ്പം പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത്. ചെറിയൊരു ബോട്ടിലിനകത്ത് ആവശ്യത്തിന് നമുക്കെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അന്നേരത്തേന് തണുപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ മാങ്ങയൊക്കെ മേടിച്ച് നമുക്ക് ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നന്നായിരിക്കുവേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.